എന്ത് കേക്കാന്ന് പറ നോ. അടുത്ത ആള് എടുക്ക്. എന്ത് കേക്കാ? ശരി. ഇല്ല തോറ്റ്. ഇല്ല ഇനി ഓപ്ഷൻ ഇല്ല. നോ ഓപ്ഷൻ. എന്ത് കേക്കാ? ഡിസ്ക്വാളിഫൈ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അതെ, നമ്മളപ്പോൾ ഇന്ന് ബീട്രൂട്ട് കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം ചൂടാക്കാൻ വെക്കാം. നമുക്ക് ഒന്ന് മൂടി വെച്ചുകൊണ്ട് അതൊന്ന് ചൂടാക്കി എടുക്കാം. എന്നിട്ട് ഇതാ കേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിൽ ഓൾറെഡി ഞാൻ ബട്ടർ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒരു ബീട്രൂട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തത്, പിന്നെ 1 കപ്പ് മൈദ, 3/4 കപ്പ് പഞ്ചസാര, 1 കപ്പ് തൈര്, കുഞ്ഞി കപ്പ് പാല്, ബട്ടർ, അതുപോലെ കൊക്കോ പൗഡർ, ബേക്കിംഗ് സോഡ. ഇതെല്ലാം എടുത്തിട്ട് നമ്മളത് ഒരു പാത്രത്തിലേക്ക്, അത്യാവശ്യം വലിയ പാത്രത്തിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക, തൈരും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട് ഇത് മിക്സ് ചെയ്യാം. കൂടെ ബട്ടറും കൂടി ഇടണം. ഒരു പാക്കറ്റ് ഫുള്ള് ബട്ടറാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് നമ്മൾക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അത്യാവശ്യം നല്ല രീതിയിലൊന്ന് മിക്സായി വരുമ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തത് നമുക്കിതിലേക്ക് മിക്സ് ചെയ്യാം. ബീറ്ററിൻ്റെ ബ്ലേഡ് മാറ്റിയിട്ട് നമുക്ക് കുഴയ്ക്കാൻ പാകത്തിനുള്ള ആ ഒരു ബ്ലേഡ് ഇടാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മൈദ കുറച്ചായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒറ്റയടിക്ക് ഇടരുത്, കുറച്ച് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കൊക്കോ പൗഡറും ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം. ലാസ്റ്റായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാലും കൂടിയിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചധികം സമയം നമ്മളിത് മിക്സ് ചെയ്യണം കേട്ടോ. അതിനുശേഷം നമ്മൾക്കിത് നല്ല ഒരു കൺസിസ്റ്റൻസിയിലായി വരുമ്പോഴത്തേക്കും ബട്ടർ തേച്ച് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് നമ്മൾക്ക് നമ്മളുടെ ഈ ഒരു മിക്സിങ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിതാ ആദ്യം വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഓൾറെഡി തിളക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളുടെ ആ പാത്രം, കേക്കിൻ്റെ മിക്സ് ഒഴിച്ച് വെച്ചിരിക്കുന്ന പാത്രം ഇറക്കി വെച്ചിട്ട് മൂടി വയ്ക്കാം. 45 മിനിറ്റാണ് കേക്ക് വേവിക്കാൻ എടുക്കുന്ന സമയം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ ബീട്രൂട്ട് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാണ് ഫൈനലായിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ബീട്രൂട്ട് കേക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ബൈ.